ഗായ്സ് നമസ്കാരം എല്ലാവർക്കും അറിയാലോ ഞാനിപ്പോൾ ഇത് കാനഡയിലാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്തത് കാനഡിയൻ വീഡിയോസ് ആണ് ഇന്നും അപ്ലോഡ് ചെയ്യുന്നത് കാനഡയിലെ കാഴ്ചയിലോട്ട് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കാനഡയിലെ ട്രക്ക് കാഴ്ചയാണ് കാരണം അറിയാലോ ഞാൻ താമസിക്കുന്ന നമ്മുടെ ജെയ്സൺ ബ്രോൻ്റെ വീട്ടിലാണ് ജെയ്സൺ ബ്രോ ഇവിടുത്തെ ഒരു ട്രക്ക് ഡ്രൈവറാണ് ട്രക്കിൻ്റെ മുതലാളി കൂടിയാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിട്ട് അമേരിക്കയിലൊക്കെ ഒരുപാട് ട്രക്കിൽ യാത്ര ചെയ്തിരുന്നു കഴിഞ്ഞ തവണ കാനഡയിൽ വന്നപ്പോഴും നമ്മൾ ആ ട്രക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നു പക്ഷെ നടന്നിട്ടില്ല സോ ഇന്ന് നമ്മൾ പോകുന്നത് പുള്ളിയുടെ കൂടെയാണ് പുള്ളി ആക്ച്വലി ജോലിക്ക് പോകുന്നതാണ് പുള്ളി ഇവിടുത്തെ പുള്ളിയുടെ ട്രക്കിൽ കുറച്ച് ചരക്കൊക്കെ കയറ്റി ലോഡിങ് അൺലോഡിങ് ചെയ്യാൻ പോകുന്നത് ഡെലിവറി ചെയ്യാൻ വേണ്ടി പോവാണ് അതിൻ്റെ കൂടെ നമുക്കും പുള്ളിയുടെ കൂടെ പോകും എന്നിട്ട് അറിയാം ഇവിടുത്തെ ട്രക്കിൻ്റെ വിശേഷങ്ങൾ ഈ മഞ്ഞക്കാർ എല്ലാവർക്കും അറിയാലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നു സോ ലെറ്റ്സ് ഗോ കാനഡയിലെ ഒരു ലോറി മുതലാളി രാവിലെ തന്നെ ലോറി എടുക്കാൻ പോണ വണ്ടി ഏതാണ് മസ്റ്റാങ് എന്താ കാര്യം ലോകിങ്ങൾ ഈ മസ്റ്റാങ് എടുത്തിട്ടാണ് ഒരാൾ രാവിലെ തന്നെ ലോറി പണിക്ക് വന്നിട്ടോ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ മസ്താങ് എടുത്തിട്ട് ആരും അങ്ങനെ ലോറിയിൽ പണിക്ക് പോവില്ല ഇവിടെ അത്രക്കും പൈസ പിന്നല്ല ഇതെന്റെ പണ്ട് എന്റെ വീഡിയോയിൽ വന്നൊരു കമന്റ് ആയിരുന്നു എന്ത് നമ്മളെ റേഞ്ച് ഇതിനു മുമ്പ് എനിക്ക് റേഞ്ച് റോവർ ആയിരുന്നു ഓക്കെ റേഞ്ച് റോവറിനപ്പത്തിന് ലോറി തൊഴിലാളിയൊക്കെ റേഞ്ച് റോവറിൽ നടക്കുന്നു അതെന്താണെന്ന് വെച്ചാല് പലരുടെയും വിചാരം ലോറി തൊഴിലാളി ലോറി ജീവിതം എന്ന് വെച്ചാൽ ഏറ്റവും ലോക്കൽ അങ്ങനെയൊക്കെ അതൊന്നല്ല നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്തെ റിച്ചാ നമ്മുടെ നാട്ടിലെ ലോറിക്കാരൊക്കെ കേരളത്തിലെ ലോറിക്കാർ റിച്ച് തന്നെ ബ്രോ അത്ര വലിയ നല്ല പൈസ ആക്കുന്ന അവര് അടിപൊളി പണിയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കേരളത്തിലെ ലോറിക്കാരൻ മറ്റേ ഒരു ലോറി മുതലാളി അല്ലേ ബെൻസിന്റെ മേളിൽ കയറി ഇരുന്ന് പ്രദർശനം നടത്തിയത് അത് വേറെയാണ് അത് അയാൾ ഈ ലിസ്റ്റിൽ ഇടുന്നത് അത് വേറെ ഞാനൊരു പക്ഷെ യൂട്യൂബർ ആയിരുന്നില്ലെങ്കിൽ ഞാനൊരു ഡ്രൈവർ ആയേനെ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട ജോബിലാണ് ലോറി തൊഴിലാളി എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം ഇന്ന് നമ്മുടെ കിളിയാണ് ലോറി ഞാൻ മുതലാളിയല്ലേ മുതലാളിയല്ല മുതലാളി ഒരു മുതലാളി മതി ഒരു പ്രസ്ഥാനത്തിൽ ഒരു മുതലാളി മതി വരുന്നവരെല്ലാം കിളികളാണ് അയ്യോ പിന്നെ ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി എന്നുണ്ട് അതുണ്ടോ രണ്ട് യൂട്യൂബ് ചാനൽ രണ്ടിനും സ്ക്രീൻഷോട്ട് ഇട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാനഡയിലെ US ട്രക്കുമായി ബന്ധപ്പെട്ട വീഡിയോസ് നല്ല വെറൈറ്റി വീഡിയോസ് കാണുന്ന ഇവർ ഫോളോ ചെയ്താൽ മതി എനിക്ക് തോന്നുന്നത് കാനഡയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ഫാമിലി കൂടിയാണ് മലയാളികളിൽ അപ്പം കഴിഞ്ഞോടെ വന്നപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ തന്നിരുന്നു ഇപ്പോഴും ഞാൻ പുതിയ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടാണ് തരുന്നത് ഓൾറെഡി എൻ്റെ കൂടെയുള്ള ഫോളോവേഴ്സിന് ഇവരെ അറിയാം കേട്ടോ വിടാം നമ്മൾ ലോറിയിലേക്ക് ഇന്ന് മല്ല് നമ്മുടെ കിളിയായിട്ട് ഒരു കിളീനെ കൊണ്ട് എന്തൊക്കെ മണി എടുപ്പിക്കാം അതാണ് ഇന്നത്തെ കണ്ടന്റ് Babe, this thing ain't working out. I think we need a new direction. You're at home in this small town and I'm just feeling fenced in. No need to complicate it. It just goes out. ഇപ്പം നമ്മൾ യാർഡ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ട്രക്കുകൾ നിർത്തുന്ന പാർക്കിംഗ് യാർഡാണ് ഇവിടെ എങ്ങനെയാണ് നമ്മൾ അകത്തേറുന്നത് ഇവിടെ ഗേറ്റ് ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ ജോലിക്കാരൊന്നും കാണുന്നില്ല ബ്രോ പറഞ്ഞോളൂ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം അകറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ഇവിടെ ഐ ഡി കൊടുക്കുമ്പോൾ ക്യാമറ ആൾക്കാർ നോക്കും പിന്നെ ഈ ക്യാമറ ഈ മുഖം കൂടി നോക്കും അങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ അവർക്ക് ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ പാചകം എങ്ങനെ മനസ്സിലായത് ഓഹോ ഓക്കെ അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ് വണ്ടി മുന്നോട്ട് എടുത്താൽ മതി മുന്നോട്ട് എടുത്തിട്ട് നേരെ ഇതുവഴി ഉള്ളിൽ കയറട്ടോ ഞാൻ യാർഡിൻ്റെ ഓപ്പണായി ഓക്കെ പറഞ്ഞിട്ട് ഇവിടെ എത്ര ചാർജ് എത്രയാണ് പാർക്കിങ്ങിന് ഇവിടെ പാർക്കിങ്ങിന് $250 പെർ മന്ത് ഓക്കെ അവർ വേറെ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ സേഫ് ആൻഡ് സെക്യൂർ ആണ് ഇവിടെ മോഷണം നടക്കത്തിലാണ് ഇതാണ് സെക്യൂരിറ്റി ഉള്ളത് കാരണം ലൈവ് സെക്യൂരിറ്റി 24 hours അവരുണ്ട് ഇതിനകത്ത് അവർ റോന്ത് പറ്റുമോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ ഇതാണ് നമ്മുടെ മുത്ത് കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടി ജെയിംസ് ഇത് ഫ്രൈറ്റ് ലൈനറിൻ്റെ വണ്ടി മോഡലാണ് ഫ്രൈറ്റ് ലൈനർ എന്ന് വെച്ചാൽ ബ്രാൻഡാണ് അതിൻ്റെ ഒരു വണ്ടിയാണ് ഒണ്ടാരിയോ BZ 95973 നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ലോറിയുടെ ഡ്രൈവറാണ് അദ്ദേഹം വന്നത് മസ്താങ്ങിൽ വന്നിട്ട് ജോലിക്ക് പോകുന്നുട്ടോ ഈ ചുറ്റും നോക്കി നിങ്ങൾ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് ഒരുപാട് ലോറികൾ നിരത്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞ $280 എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 100, 6000, 12000 ഒരു 15000 അടുത്ത് 15,000-16,000 അടുത്ത് വരും കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടികൾ ഇവിടെ വന്ന് ഇവിടെ പാർക്ക് ചെയ്യാം ഭയങ്കര സേഫായിട്ട് വെച്ചിട്ട് കേട്ടോ മെയിനായിട്ട് കാനഡ പോലത്തെ സ്ഥലങ്ങളിൽ ഒരു നല്ലൊരു ബിസിനസ്സാണിത് ഒരു ഒഴിഞ്ഞ സ്ഥലം വാങ്ങിയിട്ട് ഒരു പാർക്കിംഗ് യാർഡ് പണിതിട്ട് അവിടെ പാർക്കിംഗ് കൊടുക്കും ആശാൻ്റെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഓക്കെ
ഞാൻ കിളിയാണെന്ന് ഞാൻ പണി കൊടുക്കില്ല കേട്ടോ. ഇതേതാ വണ്ടി? ഓ ഇതും ആശാന്റെ വണ്ടിയാണ്. ജെയിംസ് ട്രാൻസ്പോർട്ട് വുഡ് സ്റ്റോക്ക്. ഇതാണ് ഞാൻ ഓടിക്കുന്ന വണ്ടി. ഏത്? ഇത്. ഓക്കെ. ഇതിലെ ഒരു സീറ്റേ ഉള്ളൂ. അതെന്താ? നമ്മൾ അന്ന് പോയത് മാനുവൽ മറ്റേ സാധനല്ലേ? നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ആ വണ്ടി എടുത്തിട്ട് പോകുന്നേ ഉള്ളൂ. ഈ വണ്ടി ഉണ്ടോ? ഇത് മാനുവൽ ആണേ. അത് സാറല്ല, കച്ചറ കണ്ട ആൾക്കാർ യഥാർത്ഥ സ്വഭാവം കാണട്ടെ. ഇതേ മാനുവൽ വണ്ടി കേട്ടോ. ഇതിനകത്ത് നോക്കിയാൽ ഇച്ചിരി ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പോണത് ഈ വണ്ടിയിലാണ്. ഇതല്ല. You're at home in this small town and I'm just feeling fenced in. No need to complicate it, it just goes that way sometimes. നമ്മുടെ ഇതിനകത്ത് കയറുന്നത് ഇവിടെ 2 വലിയ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് ചോട്ടി ഇങ്ങനെ കയറുക. ഈ ഒരു ട്രക്കിൽ ഞാൻ നമ്മുടെ ജെയ്സൺ ബ്രോൻ്റെ കൂടെ US മൊത്തം കറങ്ങിയിരുന്നു. നിങ്ങൾ ആ വീഡിയോ കാണാത്തവർ കാണണം, US വീഡിയോസിലുണ്ട്. ഞാൻ US വന്നപ്പം അന്ന് കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോ വന്ന് ഞങ്ങൾ ഒരുപാട് സ്റ്റേറ്റുകൾ വഴി ഞങ്ങൾ ചിക്കാഗോ വരെ ഞാൻ ഈ ട്രക്കിലാണ് വന്നത് 2-3 ദിവസം. അപ്പം അന്ന് ശരിക്കും ഇതിൻ്റെ റിവ്യൂ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിരുന്നു. അതെ, ഞാൻ വന്ന് ഇരുന്നില്ലേ. എന്താ പണിയുള്ളത്? ട്രെയിലർ മാറ്റണം, ട്രക്ക് മാറ്റണം, അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ ഭയങ്കര മേലുവേദന ബ്രോ. പണിയെടുക്കാന്നും പറഞ്ഞു വന്നിട്ട് കിളി ശരിയല്ല കേട്ടോ. കിളിക്ക് ശമ്പളം ഉണ്ടോ? ആദ്യം പണി എടുക്കുക, അതിനുള്ള ശമ്പളം. എനിക്കല്ലേ പണി എടുക്കാന്. ഏതായാലും ഞാൻ താഴെ പോയിട്ട് പുള്ളി ഒന്ന് പണിയെടുക്കാൻ നോക്കട്ടെ കേട്ടോ. അയ്യോ, മേലെങ്കിൽ പണിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുമോ? നമ്മൾ എവിടെയെങ്കിലും പണിയെടുക്കൂലേ? കഷ്ടപ്പാടാണ് ഗൈസ്. ഇതെന്താ പണിയെടുക്കുന്നേ? ഇത്ര കഷ്ടപ്പാടുണ്ടോ? മസ്താങ്ങിലൊക്കെ വരുന്നത് ഞാൻ വിചാരിച്ചു ഒരു പണി എടുക്കാണ്ട് സുഖിച്ചിക്കലാന്ന്. ഇതുണ്ടോ? അപ്പോഴേക്കും ഇവിടെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് പണി തുടങ്ങി കേട്ടോ ആശാന്. ഇതെന്താ ഇലക്ട്രിക്കലാ? ഇതിന്റെ കണക്ഷൻ നമ്മളിപ്പോ ട്രെയിലർ കൊണ്ടുപോകുന്നില്ല, ട്രക്ക് മാത്രമേ പോകുന്നില്ല. അപ്പുറം കിടന്നില്ലേ? അതെന്താ ഇപ്പൊ ട്രെയിലർ കൊണ്ടുപോകുന്നതാ? ട്രെയിലർ എടുത്തിട്ട് ഡെലിവറിക്കാ പോകുന്നത്. ഇതെന്താ സാധനം? ഇത് ഇപ്പൊ താന്നിരിക്കണ്ടേ, തറയിരിക്കണ്ടേ? എന്നിട്ട് പൊക്കാൻ വേണ്ടിട്ടാ മൊത്തത്തില്. ഇതിപ്പോ നമ്മള് തറ വെച്ചിട്ട് നമ്മള് ട്രക്കും ഊരി മാറ്റും. സംഭവം മസ്താങ്ക് മാത്രമേ ഉള്ളൂ, പട്ടിപ്പണിയാണ്. പണി എടുക്കാതെ ജീവിക്കാൻ പറ്റില്ല മോനെ. ഞാൻ വിചാരിച്ചു നിങ്ങൾ വന്ന് വെറുതെ സീറ്റിൽ ഇരുന്ന് ഇറങ്ങിട്ട് പോകുമ്പോൾ കുറെ പൈസ കിട്ടുന്നു. കഴിഞ്ഞാ? അപ്പൊ ഇനി മുമ്പോട്ട് എടുക്കുമ്പോ തട്ടൂല്ലേ? ഇല്ല, ഇന്ന് ലോക്ക് അഴിക്കാൻ മറ്റേ കമ്പി വെച്ച് ലോക്ക് അഴിക്കും. ഹലോ, പണിയെടുക്കാൻ വന്നിട്ട് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അല്ലു നമ്മളോട് പറഞ്ഞ കിളിയായിട്ട് പോകുന്നത്. സത്യാന്നേ, പണിയെടുക്കൂല. പണിയെടുക്കണം. നമ്മൾ കാനഡ വരും അല്ലേ? നമ്മൾ നാട്ടിൽ പണിയെടുക്കാം. നമ്മൾ കാനഡ വന്നിട്ട് പണിയെടുത്തിട്ട് വെറുതെ നിങ്ങൾക്ക് പ്രാന്താ. ഇതേതാ വണ്ടി? ഏതാ നമ്മൾ ഓടിക്കുന്ന വണ്ടി? ഇതിവിടെ നമുക്കിവിടെ ലോഗ് ഉണ്ട്. ലോഗ് ബുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ലോഗ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നാട്ടിലാണെങ്കിൽ എത്ര മണിക്കൂർ ഓടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പൊ കാനഡയിൽ നമുക്ക് മാക്സിമം 13 മണിക്കൂർ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 13 മണിക്കൂർ. അതിനകത്ത് നമ്മുടെ കാര്യങ്ങൾ 16 മണിക്കൂറിൽ എല്ലാ കാര്യങ്ങളും തീർക്കണം. ഞാനിപ്പോൾ വണ്ടി എടുക്കുകയാണ്. വണ്ടി എടുക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത്. ഇതൊരു ആപ്പാണ്. ഈ ആപ്പിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഞാൻ ഓൺ ഡ്യൂട്ടിയിലോട്ട് വന്നു, വണ്ടി സെലക്ട് ചെയ്തു. ഇത് നമ്മൾ എൻ്റെ പഴയ ട്രക്കേഴ്സ് ലൈഫ് വീഡിയോ കണ്ടവർക്കറിയാം, ഇവിടെ വലിയൊരു ടാബ് കണക്കൊരു സാധനം ഉണ്ട്. അതിന്റെ യൂണിറ്റ് ആണ്. ഇവിടെ വലിയ ടാബ് കണക്കൊരു സാധനം ഉണ്ടാവും. അതായിരുന്നു ഞങ്ങൾ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ചെറിയ കമ്പനിക്കാരാകുമ്പോൾ റൈറ്റ്, അത് എക്സ്പെൻസീവ് സാധനമാണ്. വലിയ വലിയ കമ്പനികളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളൊരു ചെറിയ കമ്പനി ആയതുകൊണ്ട് നമുക്ക് അത്രയും പൈസ മുടക്കാനില്ലാത്തതുകൊണ്ടും നമ്മൾ ബൈ ഫോൺ വേർഷനാണ് എടുത്തേക്കുന്നത്. അതായത് ഫോണിലൊരു ആപ്പ്, അത് എല്ലാ ഡ്രൈവർമാരും അവരവരുടെ ഫോണിൽ ഒരു ആപ്പ് കൊടുക്കും. അവർക്കൊരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കണ്ട ഓൾറെഡി ഓൺ ഡ്യൂട്ടി ഇട്ടു. ഓൺ ഡ്യൂട്ടി ഇട്ടപ്പോൾ ഗ്രാഫ് നേരെ ഓഫ് ഡ്യൂട്ടിയിൽ നിന്ന് ഓൺ ഡ്യൂട്ടി വന്നു. ഇനി നമുക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ടൈം സർക്കിൾ. 13 മണിക്കൂർ ഡ്രൈവ് ചെയ്യാം, 14 മണിക്കൂർ ടോട്ടൽ ഷിഫ്റ്റ് ഇന്നത്തെ ദിവസം. അതായത് 1 മണിക്കൂർ ഓൺ ഡ്യൂട്ടി ഉണ്ട്. അപ്പം നമ്മൾ പല കാര്യങ്ങൾക്ക് നിർത്തേം എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. പിന്നെ 2 മണിക്കൂർ ഓഫ് ഡ്യൂട്ടിയിലിടാം. അപ്പോൾ ടോട്ടൽ 16 മണിക്കൂറിൽ ഷിഫ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. അത് എത്തിയോ ഇല്ലയോ എന്നല്ല, 16 മണിക്കൂർ കംപ്ലീറ്റ് ആയിരിക്കണം.
അതുപോലെ തന്നെ ഒരാഴ്ചയിൽ 70 മണിക്കൂർ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. 70 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 36 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. അതായത് ഒരാഴ്ചയിൽ മിനിമം 1.5 ദിവസം ഓഫാണ്. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കും? ഇതൊന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇൻസ്പെക്ഷൻ സ്റ്റേഷൻസുകളുണ്ട്. അവർ പിടിച്ച് കഴിഞ്ഞിട്ട് അവർ ലോഗ് ചെക്ക് ചെയ്യുമ്പോൾ അവർ ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പം എൻ്റെ ലോഗ് ഇന്ന് പിടിച്ച് ഞാൻ ഇതിന് മുമ്പുള്ള 14 ദിവസം തൊട്ട് ചെക്ക് ചെയ്യും. ഈ 14 ദിവസത്തിൽ എവിടെയെങ്കിലും ഞാൻ ഈ മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ഫൈൻ അവർ അടിക്കും. ലൈസൻസ് വരെ അവർക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് നമ്മൾ എപ്പോഴും റെഡിയാക്കി ഇട്ടേക്കണം. ഇതിപ്പോൾ ഞാൻ ഓൺ ഡ്യൂട്ടി ഇട്ട് 1 മിനിറ്റ് ആയുള്ളൂ. എനിക്ക് മിനിമം 15 മിനിറ്റ് ആണ് എൻ്റെ പ്രീ ട്രിപ്പ് ചെയ്യാൻ. പ്രീ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ വന്ന് ആദ്യത്തെ 15 മിനിറ്റ് കൊണ്ട് വണ്ടി റണ്ണിങ് യോഗ്യമാണെന്നും ടയറിൽ കാറ്റ്, അതായത് നമ്മളെ നാട്ടിൽ പറയുന്നതൊക്കെ ആദ്യം വന്ന് കിളിയെല്ലാം നോക്കി വെക്കത്തില്ലേ, എയർ ഉണ്ടോ നോക്കും, ഗ്ലാസ് വൃത്തി, അങ്ങനെ കുറെ പണികളൊക്കെ ഇല്ലേ, അതെല്ലാം ചെയ്യേണ്ടതാണ് 15 മിനിറ്റ്. ഈ 15 മിനിറ്റ് നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതും ചെക്ക് ചെയ്ത് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നീ പ്രീ ട്രിപ്പ് ഇടാതാണ് വണ്ടി ഓടിച്ചത് എന്ന രീതിയിൽ അതിനൊരു ടിക്കറ്റ് കിട്ടും. അപ്പം നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും ഓൺ ഡ്യൂട്ടിയിൽ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പോവുക. അതുകൊണ്ടാണ് ഇത്ര സമയം വണ്ടി ഡീസലും കത്തി സ്റ്റാർട്ടാക്കി ഇട്ടത്. അതെ. ഓക്കെ, സോ വി ഗോയിങ്. You're at home in this small town and I'm just feeling fenced in. No need to complicate it, it just goes that way sometimes. This is your place, I'll find mine. You take the house, I'll take the car. I'm leaving town, I'm going far away from here. I don't care what no one's got to say. You go your way, I'll take the house. വണ്ടി എന്തോ ഒരു കംപ്ലൈൻറ്റ് 2-3 പ്രാവശ്യം ഓഫായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇത് ഓഫായി, പണിയാണ്. നമ്മൾ എന്താണ് സൊല്യൂഷൻ കണ്ടുപിടിച്ചായിരുന്നു? ഡ്രൈവർ വിളിച്ചു നോക്കിയിട്ട് എന്താണ് സംഭവിച്ചതല്ലേ. അപ്പോൾ സ്റ്റാർട്ടായി, ഓഫായി കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റിയറിംഗ് ഒന്നും വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അടുത്ത പ്രശ്നം. ഹൈവേ സൈഡ് കാറും ഇറങ്ങിയതാണ്. അപ്പോൾ 1000 പേര് ഹൈവേ സൈഡാണ്, ഭയങ്കര സ്പീഡിലാണ് വണ്ടികൾ വരുന്നത്. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ബോർഡൊന്ന് പൊക്കി നോക്കട്ടെ. ഇങ്ങനെയാട്ടോ പൊക്കുക ഫ്രണ്ടിന്. ഇതാണ് ഇതിൻ്റെ എൻജിന്, റൈലറിൻ്റെ എൻജിൻ കേട്ടോ. വണ്ടി ഓഫായാലേ നമ്മൾ ആരാണെങ്കിൽ ബോണറ്റ് പൊക്കി വെക്കും, നമുക്ക് അറിയെങ്കിലും ഇല്ലെങ്കിലും. അവർക്ക് അറിയാം കേട്ടോ, നമുക്കറിയില്ല. ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ റാഡൊക്കെ നോക്കി നിങ്ങൾ. ഇത്ര വലിയ വണ്ടീൻ്റെ സ്റ്റിയറിങ് റാഡൊക്കെ ചെറുതാണ്. ഓക്കെ, ഇതെന്താ ഫ്യൂൽ ക്ലീനർ. യെസ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എല്ലാം പഠിച്ചിരുന്നു. ഇത് ഫ്യൂൽ ക്ലീനർ കേട്ടോ. അതുപോലെ തന്നെ റേഡിയേറ്റർ എന്നുള്ളത്, ഇത് റേഡിയേറ്ററാണ്. ഇതൊക്കെയുണ്ട്. ലോക്കിട്ടും വീഡിയോൻ്റെ ബിഗിനിങ്ങിലേ നമ്മൾ പറഞ്ഞത് മസ്താങ്ക് എടുത്ത് വരുന്നൊരു ഡ്രൈവർ അല്ലേ, പക്ഷേങ്കിലേ കഷ്ടപ്പാടാണ് കേട്ടോ. എന്താണ് ബ്രോ പ്രശ്നം? അറിയത്തില്ല ബ്രോ എന്താണെന്ന് പ്രശ്നം. ഓഫായിട്ടാ മുമ്പ്? ഇല്ല, ഞാനിപ്പോൾ അവനാ വണ്ടി ഓടിക്കുന്നേ. ഓക്കെ, അപ്പോൾ വിളിച്ചു വെച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നു. ഓഫായിട്ടില്ല. ഡീസലൊക്കെ ഉണ്ടാവും? ഡീസലൊക്കെ ഉണ്ട്. ഡീസലിൻ്റെ ആണെങ്കിൽ വണ്ടി ഓഫായി വീണ്ടും ഓണാത്തൊന്നുമില്ല. ശരിയാണ്. റോങ്. കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഹൈവേയിൽ സ്പീഡ് ട്രാക്കാണ്. അപ്പോൾ ഇത് കാറല്ലല്ലോ, ലോറിയല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റിയറിങ്ങും ബ്രേക്കൊന്നും വർക്കായില്ലെങ്കിൽ പണിയാണ്. പിന്നെ ഇതാണ് നിങ്ങൾ ഈ വണ്ടി കയറാൻ വേണ്ടി, ട്രാക്കിലൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ്. ഓട്ടോമാറ്റിക്കാണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ സ്പീഡിൽ മാത്രമേ പോകുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഓവർ സ്പീഡ് എടുത്ത് കയറാൻ പറ്റില്ല. ഇപ്പോൾ പുറകിൽ നിന്ന് വണ്ടികളും വരുമ്പോൾ നോക്കിയില്ലെങ്കിൽ പണിയാണ്. എങ്ങനെ 2 വട്ടം അടുപ്പിച്ച് ഈ ഇഷ്യൂ വന്നു പറഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും വരാൻ ചാൻസ് കൂടുതലാണ്. ആൻഡ് ഫൈനലി നമ്മൾ ആമസോണിൽ
ഇത് ആമസോൺ വെച്ചാൽ മറ്റേ ബ്രസീലിയനിലെ ആമസോൺ കാർഡുകളല്ല കേട്ടോ, നമ്മുടെ ആമസോണിന്റെ ഒരു വെയർ ഹൗസ്. ഇത് നമ്മൾ അങ്ങോട്ടാണ് തിരിക്കുന്നത്. ഓ ഇത് വലുതാണല്ലോ ബ്രോ അല്ല? ഫുൾഫിൽമെന്റ് വെച്ചാൽ അതായത് മറ്റുള്ള ആൾക്കാർ സാധനങ്ങൾ വിൽക്കുന്നില്ലേ ആമസോൺ, അവരുടെ പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്നത്. ഇവിടെ ഓർഡർ ചെയ്യുമ്പോൾ കൊണ്ടപ്പോ ഇവിടെ നിന്ന് ഓർഡർ വരുമ്പോഴത്തേന് ഇപ്പൊ ഈ ഇതെല്ലാം അടുത്തടുത്തുണ്ട്. ഇപ്പൊ ഈ ഏരിയയിലുള്ള ഓർഡർ മൊത്തം ഇവിടെ നിന്നാ പോകുന്നത്. നമ്മുടെ വീടിന് അപ്പുറത്ത് 1.5 മണിക്കൂർ ഓടിയ വേറെ ഒരെണ്ണമുണ്ട്. പിന്നെ സിജയൊക്കെ താമസിക്കുന്ന അവിടെ നിന്ന് 1 മണിക്കൂർ മാറിയിട്ട് ഒരെണ്ണമുണ്ട്. അങ്ങനെ ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇപ്പൊ ഇവിടെ ഏകദേശം ആമസോണിന്റെ നിനക്കത് വേറെ ഉണ്ട്. എന്നുവെച്ചാൽ ലുലുവിനേക്കാളും വലിയ, നമ്മളിപ്പം കോഴിക്കോട് ലുലു, ട്രിവാൻഡ്രം ലുലു എന്നൊക്കെ പറഞ്ഞത് അതിനേക്കാളും വലുതാണ് ഈ സാധനം സ്റ്റോറേജ് യൂണിറ്റ്. ഇപ്പം പുള്ളി പറഞ്ഞു വെച്ചേക്കും അതേപോലത്തെ ഒരു 10 ഉണ്ടാവും ഈ ഏരിയയിൽ, ഒരു 10 ഉണ്ടാവും. അപ്പൊ ഇവരുടെ സെല്ലിംഗ് കപ്പാസിറ്റി ആലോചിച്ചു എന്തോ മോനെ. കാരണം ഞാൻ ലുലുവാര് കമ്പയർ ചെയ്യുന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഒരു മാള്, ഏറ്റവും വലിയൊരു കച്ചവട സ്ഥാപനം എന്ന് പറഞ്ഞാൽ ലുലുവാണ് അല്ലേ? ഇപ്പൊ കോഴിക്കോടും ട്രിവാൻഡ്രത്തും ഒക്കെ വരുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ ആ ലുലുവിന്റെ 2 ഇരട്ടി വലിപ്പമുണ്ട്. 2 പോരാ, ഇത് കണ്ടിടത്തോളം അതിനേക്കാളും വലിയ വലിപ്പമുണ്ട് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ്. ഇതേപോലത്തെ ഒരുപാട് സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ആമസോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആമസോണിന്റെ ഒരു ദിവസം സെയിൽ ആലോചിക്കുക. ഒരു കസ്റ്റമർ ഇതിനകത്തേക്ക് വരുന്നില്ല, പോകണില്ല, കസ്റ്റമറുടെ സാധനങ്ങൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഒരു ബിസിനസ് സ്ട്രാറ്റജിയെ ബിസിനസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? എല്ലാവർക്കും കാശുണ്ടാക്കാൻ പറ്റും. ഇപ്പൊ അവര് സ്വന്തമായിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ, ഇവിടെ സെയിൽ ചെയ്യാം. ഇവിടെ ഈ ഏരിയയിലാണെങ്കിൽ സെയിൽ ചെയ്യണമെങ്കിൽ ഈ വെറോസി കൊണ്ടുവച്ചാൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും. സോ അതിന്റെ ബാലൻസ് വരുന്ന പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ പ്രൊഡക്റ്റ് തൊടുന്നില്ല, നമ്മൾ കോൺടാക്ട് ചെയ്യുന്നില്ല, ആരെയും വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ വണ്ടി പിന്നെ ഓഫ് ആയിട്ട് ഇവിടെ ഇപ്പോൾ 2 പ്രാവശ്യം ഓഫായി. ആമസോണിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓഫ്, അതാണ് ഏറ്റവും വലിയ രസം. നാട്ടിലത്തെ പോലെ കേട്ടോ, വണ്ടി പ്രശ്നമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോഡ് ചിലപ്പോൾ മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. I'm good, sir. How are you? I'm picking up a loaded trailer number 530612. 530612? Yeah. It is showing on the parking slip 762, sir. 762. സംസാരം കേട്ടവൻ നമ്മുടെ രാജ്യക്കാരൻ കേട്ടോ അല്ലേ? ഇവിടെ ആമസോണിലൊക്കെ പണിയെടുക്കുന്ന എനിക്കും അധികവും ഇവിടെ വരുന്ന പാർട്ട് ടൈം ആയിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരും, അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ കൂടെ വരുന്ന, ഇപ്പം ചിലപ്പോൾ ഭാര്യ പഠിക്കുന്ന ഭർത്താവിന് വിസ കിട്ടും, അങ്ങനെ വരുന്നവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു ജോലിയാണ് ആമസോണിൽ. കഷ്ടപ്പാടുകളൊക്കെ ഫുൾ ടൈം ജോലിയുണ്ട്, നല്ല പൈസയുണ്ട്. ഫുൾ ടൈം ആണ്, പാർട്ട് ടൈം മാത്രമല്ല. ശരിക്കും പുള്ളിയുടെ അനിയനും ആമസോണിലല്ലേ? അവനിപ്പോ 4 വർഷമായിട്ട് ആമസോണാണ്, അവിടുത്തെ മാനേജറാണ് അവനിപ്പം. അവൻ അത്യാവശ്യം നമ്മൾ ട്രക്കിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതൽ പൈസ ഉണ്ടാക്കും. അതൊരു ടെൻഷനും ഇല്ല. ഇന്നലെ രാത്രി നമ്മൾ കുറേ സംസാരിച്ചു, പുള്ളിക്ക് ഒരു ടെൻഷനും ഇല്ല, ഹാപ്പി ജോലി. അപ്പോൾ ഞാൻ സാധാരണ UK ആമസോണിൽ ഡെലിവറി അല്ലെങ്കിൽ ഷിപ്പിങ്ങിൻ്റെ അവിടെ സാധനം എടുക്കലൊക്കെ പണിയുണ്ട്. അവൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല ബ്രോ, നല്ല വർക്കാണ്. കാരണം നമ്മളിപ്പോൾ ലുലു മാളിൽ പറഞ്ഞല്ലോ, അപ്പോൾ അതിനേക്കാളും വലിയ സ്ഥലമാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അതിനേക്കാളും വലിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം കേട്ടോ, അത്രയും സ്റ്റാൻഡേർഡ് ജോബൊക്കെ ഇതിനകത്തുണ്ടാവും. അപ്പോൾ ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരൊന്ന് വീഡിയോയിൽ മെൻഷൻ ചെയ്യും, നമുക്ക് നോക്കാമല്ലോ. അവരുടെ അഭിപ്രായം കൂടെ നമുക്ക് കമൻറ്റ് ബോക്സിൽ കാണാമല്ലോ. സോ ഇവിടെ മുഴുവൻ ആമസോണിൻ്റെ ട്രെയിലേഴ്സാണ്. ഇത് ആമസോണിൻ്റെ ട്രെയിലർ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ലോഡ് റീസൈക്കിൾ എന്തത് അട്ടയല്ലേ? റീസൈക്ലിംഗ്. നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ്, ഇവിടെ സാധനം വരുന്നതിന്റെ ബാലൻസ് വരുന്ന കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടല്ലോ, അതെടുത്ത് റീസൈക്ലിംഗ് ഫെസിലിറ്റി കൊണ്ട് കൊടുക്കുന്നത് നമ്മുടെ പരിപാടി. ഓക്കെ, പിന്നെ ഇവിടെ പോകുന്നിടത്തുണ്ട് 10 കിലോമീറ്റർ സ്പീഡ് മാത്രമേ ഉള്ളൂ. റോഡ് മേലെ എഴുതിയിട്ടുണ്ട് 10 കിലോമീറ്റർ മേലെ സ്പീഡ് പോകാൻ പാടില്ല. സോ നമ്മൾ വളരെ 10 കിലോമീറ്റർ സ്പീഡിലേക്ക് പോകുള്ളൂ. നമ്മൾ റൂൾസ് സെറ്റ് ചെയ്യാൻ സംഭവിക്കും, നമ്മളെ ഒരു ബ്ലോക്ക് ചെയ്യും. ആമസോണിലോട്ട് എൻട്രി എടുത്തില്ല നമ്മുടെ ട്രെയിൻ ട്രക്കിന്. നമ്മൾ കഞ്ഞിയോടി മുട്ടും നിർത്തും. കഞ്ഞിയോടി മുട്ടണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് വന്നിട്ട് ഓടിച്ചിട്ട് പോവാം. ഇത് നമുക്കെല്ലാം ഭയങ്കര സ്ട്രേഞ്ച് കാഴ്ച കേട്ടോ. നമ്മൾ ആമസോൺ ഓർഡർ ചെയ്യുന്ന സാധനം വാങ്ങുന്നതല്ലാതെ ഇത്രയും വലിയ ഫെസിലിറ്റീസൊക്കെ ഉണ്ടെന്നില്ല ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞു. ഇതൊക്കെ നിങ്ങൾ ഈ ഒരു ഏരിയ തന്നെ ഏകദേശം ഒരു 10-50 ട്രെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡബിള് ഉണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട്. മിനിമം ഒരു 500-1000 ട്രെയിലേഴ്സ് എനിക്ക് തോന്നുന്നു ഈ ഒരു യാർഡിലുണ്ടാവും. ഈ 1000 ട്രെയിലേഴ്സിനും ഡ്രൈവറും വേണം. സോ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ, ജോലിയും കാര്യങ്ങളൊക്കെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ട്രെയിലർ 530. ഇപ്പോൾ ബൈക്കിൽ നമ്മൾ ട്രെയിലർ ലോക്ക് ചെയ്യുന്ന കേട്ടോ. ലോക്കായോ? അതെങ്ങനെ തിരിയോ? ഓക്കെ,
only one. Okay, you go and come. അപ്പോൾ അതില്ലാതെ പുറത്തിറങ്ങി നമുക്ക് എന്താ ഫൈൻ വരും? ഫൈൻ വരും. ഇവിടെ ഇങ്ങനെ ആൾക്കാർ ചുറ്റി കിടക്കുന്നുണ്ട്, പിടിച്ച് ഫൈൻ മാത്രമല്ല, നമ്മൾ ഒരു ഫൈൻ അടിക്കില്ല, ഒരു ബസ് ഡ്രൈവറിനെ ബാൻ ചെയ്യും. ആ കമ്പനി ചിലപ്പോൾ ബാൻ ആവും. കണ്ടോ നിങ്ങൾ, ഭയങ്കര റൂൾസ് ആട്ടോ. ഇംഗ്ലീഷ് നാടുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ റൂൾസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ ഇവിടെ ഈ സിസ്റ്റം കറക്റ്റായിട്ട് ഇവർ ഫോളോ ചെയ്യും കേട്ടോ. ഇവിടുത്തെ ലോക്കൽസൊക്കെ ഇപ്പോൾ UK യിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഇപ്പം 9 മണി മുതൽ 6 മണി വരെയാണ് ഒരു കമ്പനിയിൽ വർക്ക് എന്ന് വെച്ചോ. 9 മണിയാകുമ്പോൾ അവർ തുടങ്ങും, 6 മണിക്ക് അവർ ഇറങ്ങും. 6:01 6:02 ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു പണി എടുക്കില്ല. ഇപ്പം നമ്മളിപ്പോൾ UAE വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഓഫീസ് ടൈം ഇപ്പോൾ 9 മുതൽ 6 ഒക്കെ ആണെങ്കിൽ 6 മണി കഴിഞ്ഞാൽ ഓഫീസിൽ സിം ഓൺ ആക്കിയിട്ട് എടുക്കും ഓരോ ആൾക്കാരും. എന്നിട്ട് രാത്രി 8 മണിക്ക് 9 മണിക്കൊക്കെ വിളിക്കും, അതും ഇങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ പണിയെടുക്കും അല്ലേ. പക്ഷേ നിങ്ങൾ മനസ്സിലായി, അതിനും നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നില്ല. നിങ്ങൾക്ക് ശമ്പളം തരുന്നത് 9 മണി മുതൽ 6 മണി വരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് 9 മണി മുതൽ 6 മണി വരെ മാത്രമേ നിങ്ങൾ വർക്ക് ചെയ്യണ്ടൂ, എൻ്റെ അഭിപ്രായമാണ്. നേരെ പക്ഷേ 9 മണിക്ക് എത്തേണ്ട നിങ്ങൾ ഒരു അരമണിക്കൂർ ലേറ്റായി 10 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി അവരെ ഡിഡക്റ്റ് ചെയ്യും. അപ്പോൾ 1 മണിക്കൂർ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സാലറി ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ 1 മണിക്കൂർ ഓവർ ടൈം എടുക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവർ സാലറി തരുന്നത് എത്ര അവേഴ്സിനാണോ ആ അവേഴ്സിൽ മാത്രം വർക്ക് ചെയ്യാം. അതല്ലാതെ ഡ്യൂട്ടി ടൈമിൽ വർക്ക് ചെയ്യരുത്. നമ്മൾ കമ്പനിക്ക് വേണ്ടി നമ്മൾ മരിച്ച് പണിയെടുക്കരുത്. എൻഡ് ഓഫ് ദ ഡേ അത് വേറെ ആളുടെ ഒരു കമ്പനിയാണ്. നമ്മൾ അവർക്ക് വേണ്ടി എങ്ങനെ മരിച്ച് പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി എന്നല്ലാണ്ട് അവർക്കൊന്നും പോകാനില്ല. അവർക്ക് നിങ്ങൾ പോയ വേറെ എംപ്ലോയി വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും പറഞ്ഞു ടൈമിന് മാത്രം വർക്ക് ചെയ്യാം. ഇപ്പോൾ കമ്പനി സിമ്മും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 8 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി 8:10 ഓഫ് ആക്കിയിട്ടേക്കും കലാസ്. പിന്നെ രാവിലെ 9 മണിക്ക് പോയിട്ട് എടുത്താൽ മതി. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റൂ കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ലോഡും കൊണ്ട് ഇറങ്ങി. വണ്ടി ഇപ്പോഴും പ്രശ്നത്തിലുള്ളത് അല്ല ബ്രോ, എന്തോ ഒരു സംഭവമുണ്ട് ഇവിടെ. എനിക്ക് പുറത്തിറങ്ങുന്നതിന്റെ കോട്ടൊന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് ഇറങ്ങി നോക്കല്ലോ. ഇപ്പം നമ്മളതിൽ പുറത്തിറങ്ങി ചില സമയത്ത് empty ആയി പോവാ ലാസ്റ്റ്. അയ്യോ പണ്ടര പറഞ്ഞാവോ? ഇതൊക്കെ ഭയങ്കര താണ്ടല്ല. അപ്പം ഇതൊന്നും അടി തട്ടൂല, എൻ്റെ അടുത്ത സംശയം കേട്ടോ. പുള്ളി ബാക്കിൽ ഓട് തുറന്നു നോക്കുന്നുണ്ട്. പുള്ളിയുടെ ക്യാമറ റോളിംഗ് ആണ്, എൻ്റെ ക്യാമറ റോളിംഗ് ആണ്. പുള്ളിയുടെ വീഡിയോ കാണാൻ വേണ്ടി പുള്ളിയുടെ ചാനൽ ഓപ്പൺ ആക്കുമോ, എൻ്റെ വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ ഓപ്പൺ ആക്കുമോ. ആ അട്ടയാണല്ലോ ബ്രോ. ഇത് വലിയ വലിയ എന്തോ സാധനം വന്ന അട്ടയല്ലേ? അല്ല, ഇതിനകത്ത് മൊത്തം സാധനം വന്ന സാധനം. ഇത് അവരുടെ വേസ്റ്റ് ഡംപ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് കൊണ്ടുപോയി അവർ തൂക്കി വെക്കും. ഇത് കണക്കത്തെ സാധനം അവിടെ വെച്ചിട്ടുണ്ടാവും. അതിനകത്തോട്ട് മറ്റേ ബോക്സുകൾ ഇതിനകത്തോട്ട് നിറച്ചിട്ട് ട്രെയിലറിലോട്ട് കയറ്റും. അപ്പോൾ ഇത് റീസൈക്ലിങ്ങിന് എവിടെ കൊണ്ടുപോകണേ? ഇത് ഇവിടെ റീസൈക്ലിംഗ് ഫെസിലിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ കൊടുത്തോണ്ടിരുന്ന ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ദൂരമായിരുന്നു. ഇപ്പോൾ അവർ ഇന്ന് തൊട്ടൊരു ലൊക്കേഷൻ മാറ്റി. അതോടുകൂടി നമ്മുടെ പണിയും പോയി. അവർക്ക് ഇവിടെയുള്ള ലോക്കൽ കാര്യം മതിയെന്ന്. നമ്മൾ അവിടെ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ലോഡ് എടുത്ത് നമ്മുടെ ആടി ഇട്ടിട്ട് പിറ്റേന്ന് ഡെലിവറി ചെയ്യും. ഇപ്പം ഞാൻ അവിടെ ഇത്രയും ദൂരം ഓടി വന്ന് ഇവിടെ നിന്ന് എടുത്ത് ഇവിടുന്ന് 20 മിനിറ്റേ ഉള്ളൂ. 20 മിനിറ്റ് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ ട്രെയിലറിലെ MG ആക്കി കൊണ്ടുപോകാൻ പറഞ്ഞേക്കാം. നമുക്ക് പണിയാൻ വേണ്ടി നമുക്ക് പണിയാം. 3 ട്രെയിലർ നമ്മളിവിടെ കിടപ്പുണ്ട്. 3 ട്രെയിലർ നമ്മൾ ഇന്ന് ഒഴിവാക്കി കൊടുക്കണം. ഇന്ന് വൈകുന്നേരം ഒഴിവാക്കണം, ഒഴിവാക്കി കൊടുക്കണം. ഈ ട്രെയിലറിലെ ഇതിനു വേണ്ടി വാങ്ങിച്ചതാ. ഈ പണി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിലറിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ ഇനി കിട്ടിയാലേക്ക് തൂക്കി വയ്ക്കാം. ഇത് തൂക്കിയെടുക്കാൻ ആളുണ്ടാവോ? തുരുമ്പൊക്കെ കാണുന്നത് കൊണ്ട് വെച്ചതാ. അത് ഡോറ് മാറ്റിയാൽ മതി, തുരുമ്പ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. പിന്നെ ഇവിടെ ലോക്കൽ കിടന്ന് അവിടെ ഇത്ര സാധനങ്ങൾ മതി. ഈ ട്രെയിലറിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലിഫ്റ്റ് ഗേറ്റ് പക്ഷെ ഇത് വർക്കിംഗ് അല്ല, കവറും കൊടുത്തിട്ടില്ല. അതിപ്പോ നമുക്ക് ലോഡ് ഇറക്കുന്ന സ്ഥലം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അടിയുന്ന ഒരു പ്ലേറ്റ് വരും. ഈ പ്ലേറ്റ് ഉണ്ടല്ലോ, രണ്ടായിട്ടിരിക്കാം. ഈ പ്ലേറ്റ് നീളത്തിൽ തന്നെ ഇവിടം വരെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് സാധനം നമ്മൾ ആ പ്ലേറ്റിലോട്ട് വെച്ചിട്ട് പിന്നെ ആ പ്ലേറ്റ് നേരെ താഴെ പോകും. താഴെ വന്നിട്ട് സാധനം ഇറക്കി മാറ്റാം. ലിഫ്റ്റ് കിട്ടില്ല, ലിഫ്റ്റ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആ സാധനം ഇതിനകത്തുണ്ട്. അതിനിവിടെ ഒരു സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്യണം. ഇവിടുന്ന് ലൈൻ വലിച്ചു. കാനഡയിൽ ആർക്കെങ്കിലും ഈ ട്രെയിലർ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിക്ക് കൊടുക്കുന്നില്ല കമ്മീഷൻ. ഞാൻ ചോദിക്കാൻ നോക്കും വേണ്ടാ, ഞാൻ വിചാരിച്ചു എങ്ങനെ വിറ്റ് കമ്മീഷനൊക്കെ. ഇതൊരു ക്യാമറയാണ്. ഇത് പുറത്തും അകത്തും ഒരുപോലെ ഷൂട്ട് ചെയ്യും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ക്യാമറകൾ നമ്മൾ വണ്ടിയിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇപ്പം കേരളത്തിൽ ഒരുപാട് പൊട്ടൻ ഡ്രൈവർമാർ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കാര്യമില്ലാണ്ട് വന്ന് കയറ്റിത്തരും. ഇപ്പോൾ ലോറിക്കാരാണെങ്കിലും ആരാണെങ്കിലും ആ ഒരു വണ്ടി വന്ന് ലോറിക്ക് തട്ടിക്കഴിഞ്ഞാൽ ഉടനെ കുറ്റം ലോറിക്കാർക്കാണ്. പക്ഷേ അങ്ങനെയാണ്. മുള വന്ന് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാന്ന് പറഞ്ഞൊരു അവസ്ഥ. നിങ്ങളെല്ലാവരും വണ്ടിയിൽ നിങ്ങളൊരു മുള്ളിനാണ് കേട്. അപ്പം നിങ്ങളെല്ലാവരും വണ്ടിയിൽ ഒരു ചെറിയൊരു ക്യാമറ വെക്കണം. ക്യാമറയ്ക്ക് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല, നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, വിഷ്വൽസ് ഇപ്പൊ എനിക്ക് വീട്ടിൽ ഇരുന്ന് എന്റെ സിസ്റ്റത്തിൽ ഫോട്ടോ മാത്രമേ കാണാൻ പറ്റുള്ളൂ.
ഇത് നമ്മൾ ഇതിന്റെ GPS ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന സേഫ്റ്റി ക്യാമറയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ഈ കമ്പനി എടുത്ത് റിക്വസ്റ്റ് ചെയ്യണം, എനിക്ക് ആ ഒരു ടൈമിലെ ഫുട്ടേജ് വേണം. നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ അവരെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇത് മന്ത്ലി പേയ്മെന്റിൽ എടുത്തേക്കുന്നത്. ഇപ്പൊ 2 വർഷത്തിന് എടുത്തേക്കുന്നതാണ്. അതും നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചേക്കുന്ന ഹീലോക്ക് ഇല്ലേ, ഇതെല്ലാം കണക്റ്റഡാണ്. ഈ വണ്ടിയുടെ ലൊക്കേഷൻ വരെ നമ്മളിപ്പോ എവിടെ പോകുന്നത് ലൊക്കേഷൻ എല്ലാം. അല്ല, നമുക്ക് സാധാരണ ചൈനയുടെ ക്യാമറ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഇത് ചൈനയുടെ ക്യാമറ വെച്ചാൽ നമുക്ക് ലൊക്കേഷൻ ഒന്നും കിട്ടില്ലല്ലോ. ലൈവ് ട്രാക്കിംഗ് അത്. ഇതിപ്പോ ഞാൻ എവിടെ പോകുന്നുള്ളത് വീട്ടിൽ ഇരുന്ന് എന്റെ വൈഫിന് എന്റെ ഇതിന്റെ ആക്സസ് കയറി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കാണാം. ഓഹോ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരുപാട് ഭാര്യമാർക്ക് ആവശ്യമുള്ള ക്യാമറയാണ്. അവിടെ ഇത് ആക്ച്വലി ഭാര്യമാർക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു ലോഡ് ബുക്ക് ചെയ്യുന്നില്ലേ, ലോഡ് ബുക്ക് ചെയ്യുന്നപ്പോ എന്റെ ബ്രോക്കറിന് ഞാൻ എത്ര മണിക്ക് എത്തും, എപ്പോ എത്തും എന്ന് അവർ 100 വട്ടം എന്നെ വിളിക്കണ്ട. പകരം അവർക്ക് നമ്മൾ ട്രാക്കിംഗ് ലിങ്ക് കൊടുക്കും. അപ്പൊ അവർ നോക്കുവാണ്. ഞാൻ എന്റെ ലൊക്കേഷനോട് നോക്കുമ്പോൾ 10 മിനിറ്റ് ദൂരത്തിൽ അവനുണ്ട്. അവരുടനെ അപ്ഡേറ്റ് ചെയ്ത് 10 മിനിറ്റ് വണ്ടി എത്തും. അവരെന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ട്രാക്കിംഗ് ലിങ്കാണ് അവർക്ക് കൊടുക്കുന്നത്. ഞാൻ ആർക്കെങ്കിലും ലോഡ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ അവരോട് പറയും, നിങ്ങളുടെ ട്രാക്കിംഗ് ലിങ്ക് തരാൻ പറ്റും. ട്രാക്കിംഗ് ലിങ്ക് വെച്ച് അത് നമ്മളെല്ലാം ആക്സസിബിൾ ആണ്. വണ്ടി എവിടെ എത്തി, എപ്പോൾ എങ്ങനെ എത്തി, നമ്മളത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ ക്ലയൻറ്റിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം വേണ്ടത്. നമ്മളിവിടെ എത്തിയിട്ടോ. ഇതുണ്ടോ, ഈ വണ്ടിയുടെ വെയിറ്റ് നോക്കുന്നതാണ് വെയിറ്റിംഗ് സ്കെയിലുള്ളത്. ഇത് കണ്ടിടത്തോളം ഇത് പുതിയ ഫെസിലിറ്റീസ് ആണ്, പുതിയ കമ്പനിയാണ്. അപ്പോൾ നമ്മളെ വണ്ടി കാണുമ്പോൾ എല്ലാവരും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അല്ല ബ്രോ, ഒരാൾ സങ്കടപ്പെടുമ്പോൾ കുറേ ആൾക്കാരോട് സന്തോഷിക്കുന്നു. ഒന്ന് ചീഞ്ഞാലും മറ്റൊന്നിന് വളാന്ന് പറയുന്ന അവസ്ഥയത്. നമുക്കാണെങ്കിൽ നമ്മുടെ ലോഡ് പോയ സങ്കടമാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ആകുമ്പോൾ അവർക്ക് പുതിയ കച്ചവടം കിട്ടിയ സന്തോഷം. അങ്ങനെയാണ് പ്രകൃതി നിയമം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കെയിലിൽ നിന്ന് ഇറങ്ങി വെയിറ്റ് ആയിട്ട് നോക്കി, എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടി നമ്മൾ വെയിറ്റ് നോക്കും. എന്നിട്ട് വണ്ടിയുടെ വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് നിന്ന് വണ്ടിയുടെ വെയിറ്റ് കുറച്ചിട്ട് എത്രയാണോ ബാക്കി അതാണ് അവരുടെ ലോഡ്. അങ്ങനെ ട്രക്ക് മെല്ലെ റിവേഴ്സ് എടുക്കലാണ്. റിവേഴ്സ് എടുത്തിട്ട് അതെ ആ കറക്റ്റ് അതിനുള്ളിൽ കൊണ്ടുവിടണം. പുതിയ ഫെസിലിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം കാണും മനസ്സിലായി. ഇപ്പം അടുത്ത് പണിത് പോലുണ്ട് പേര്. അടി തട്ടുന്ന സംഭവമല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിപ്പോൾ ഓഫ് റോഡാണ് എന്നുവെച്ചാൽ ടാറിങ് റോഡല്ല, എന്നിട്ട് കൂടി കറക്റ്റ് ലെവലിൽ പോകുന്നുണ്ടത്. പിന്നെ ഈ ട്രെയിലറെ കറക്റ്റ് ആ പോസ്റ്റിൽ എത്തിക്കാൻ വേണ്ടി ഒരു ഡ്രൈവിംഗ് സ്കിൽസ് വേണം കേട്ടോ. ഡ്രൈവിംഗ് സ്കിൽസ് ഇല്ലെങ്കിൽ നടക്കൂല. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാനാണ്. ഒരു ലോഡ് അവർ അൺലോഡ് കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത് നമ്മളാണ് ഇവരുടെ ഫസ്റ്റ് കസ്റ്റമർ. എന്ന് വെച്ചാൽ കസ്റ്റമർ അല്ല, ഈ ഫെസിലിറ്റി ഓപ്പൺ ആക്കിയിട്ട് ആമസോണിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ലോഡ് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിനുള്ളിൽ പോയി നോക്കുമ്പം ഒരു 3 ഇന്ത്യൻസ് ആണ്. 3 ഇന്ത്യൻസ് അവിടെ പണിക്കോട് വെച്ചിട്ടുണ്ട്. ഇവർക്ക് എന്താ ചെയ്യണമെന്നില്ല, അന്തോ കൊന്തോ മനസ്സിലാകും. കാരണം ഫസ്റ്റ് ലോഡായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് അറിയും. ഈ ഒരു കാർബോർഡ് വെട്ടിയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഇവർ കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്തിട്ട് കാർബോർഡ്, ഇത്ര വലിയ കാർബോർഡ് കംപ്രസ് ചെയ്ത് ഇത്ര ചെറുതാക്കും. പിന്നെ അതെല്ലാം കൂടി വേറെ ഫെസിലിറ്റീസിലേക്ക് റീസൈക്കിളിൽ കൊണ്ടുപോകും. അപ്പോൾ അതാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടെ കംപ്രസ് ചെയ്യുന്ന മെഷീൻ വളരെ ചെറുതാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ലോഡ് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഏകദേശം ഒരു 10-1 ഭാഗം ഫുള്ളായി. അപ്പോൾ 4 ലോഡ് ഇനിയും വരാനുണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ മൊത്തം ഫുള്ളാകും കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇവർ കുറേ കാര്യങ്ങൾ ഇനിയും കുറച്ചും കൂടി മാറ്റാനുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് ഈ വെയർഹൗസ് മൊത്തം ഫുള്ളാകും കേട്ടോ ഇവർക്ക്. അല്ല ബ്രോ, ഒരു മാസം എടുക്കത്തില്ല. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് വെയർഹൗസ് ഫുള്ളാവും. ഒരാഴ്ച 5 ദിവസം വണ്ടി വന്നു കഴിഞ്ഞാൽ ലോഡ് ഫുള്ളാവും. ഇതിൽ മനസ്സിലാക്കേണ്ടത് ആമസോണിൽ നിന്ന് കോൺട്രാക്ട് എഴുതിയിട്ടാണ് ഇവർ കിട്ടുന്നത്. ഇപ്പോൾ എല്ലാ നാട്ടിലും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു കമ്പനിയിലൊരു വലിയ തൊട്ടപ്പനുണ്ടെങ്കിൽ അവരെന്താ വെച്ചാൽ അവർ കുടുംബക്കാർക്കും അറിയുന്ന ആർക്കെങ്കിലും കരാർ കൊടുക്കും. കാരണം ഇത് ആമസോണിൻ്റെ അടുത്ത് ഇതുപോലെ കുറേ അട്ടപ്പെട്ടികളുണ്ട്. അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അത് ഇവരെന്ത് ചെയ്യുന്നു നോക്കേണ്ട ആവശ്യം ആമസോണിനില്ല. അപ്പോൾ ഇവർ അവിടുന്ന് ഇതേപോലെ ട്രക്കൊക്കെ സെറ്റ് ചെയ്ത് സാധനം എടുത്ത് ഇവിടെ കൊണ്ടിട്ട് കംപ്രസ് ചെയ്തിട്ട് പുറത്തോട്ട് പോയി വെക്കും. നല്ല ബിസിനസ്സാണ്, നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കേട്ടോ. This thing ain't working out. I think we need a new direction. രണ്ടാമത് ഇവിടെ എത്തിട്ടോ. അപ്പോൾ അവർ ആ സാധനങ്ങൾ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കലാണ്. ശരിക്കും നല്ല പണിയല്ലേ, സൂപ്പർ പണിയാണ്.
എന്ത് തോന്നുന്നു? ശരി, എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വണ്ടിയിലേക്ക് ഉറക്കം വരുന്നു. ഓ അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരും, അത് സർവ്വസാധാരണമാണ്. പക്ഷെ നമ്മൾ യൂസ്ഡ് ആയി. പിന്നെ നമ്മൾ ഈ ഇപ്പം മലയാളികൾ തന്നെ ഇവിടെ ഒരുപാട് ട്രക്കേഴ്സ് ഉണ്ട്. അപ്പം നോർമലി നമ്മൾ വണ്ടിക്ക് കയറി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സംസാരിക്കുക. പിന്നെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടാവും നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ട്രിപ്പിൽ ഇപ്പോൾ നമ്മൾ എത്ര ചാർജ് ചെയ്യാം? ഈ 2 ട്രിപ്പിനും കൂടെ നമുക്കൊരു $1000 കിട്ടും. എന്നുവെച്ചാൽ 2 ട്രിപ്പ് മീൻസ് മൊത്തത്തിൽ മൊത്തത്തിൽ ഒരു നാട്ടിലത്തെ ഒരു 70,000 രൂപ 80,000 രൂപ. എത്ര നമ്മളൊരു മൊത്തത്തിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറിൻ്റെ വർക്കല്ലേ? അതെ. നമുക്ക് എന്താ എക്സ്പെൻസ് ഒക്കെ നമുക്ക് എന്ത് വരും? അതിൽ ഇതിപ്പം ഒരു ഡ്രൈവറിനെ വെച്ച് ഓടിക്കുകയാണെങ്കിൽ ഡ്രൈവറിന് $250 കൊടുക്കണം ഒരു ട്രിപ്പിന്. അല്ല, ഇപ്പം മൊത്തത്തിൽ 2 ട്രിപ്പും കൂടെ $250 കഴിഞ്ഞാൽ ബാക്കി 750. ഒരു 200-നകത്ത് നമുക്ക് ഗ്യാസ് പോകും. പിന്നെ അല്ലറ ചില്ലറ ചിലവ്, ഇൻഷുറൻസ്, അത് ഇതെല്ലാം കൂടെ ചേർത്ത് അതൊരു 250 വരും. വിച്ച് ഇസ് ലൈക്ക് എല്ലാം കഴിഞ്ഞ് $250. കിളിക്കൊന്നും കൊടുക്കില്ലേ സാധാരണ? കിളിക്ക് തലക്കടി. അല്ല, എനിക്ക് കൂലി വേണ്ട, എനിക്ക് പൈസ വേണ്ട. എനിക്ക് $100. എനിക്ക് ഒരു മണിക്കൂർ ഞാൻ ചാർജ് $20 ഗൈസ്. എൻ്റെ പൈസ എവിടെ? അതാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. കിളിക്ക് പൈസ ഇല്ല, ഒന്നുമില്ല, പണി എടുത്തോ ഇല്ലൊന്നുമില്ല. കിളി വരൽ കിളീൻ്റെ പണിയാണ്, പിന്നെ കൊണ്ട് പണി എടുപ്പിക്കൽ മുതലാളിൻ്റെ പണിയാണ്. റൈറ്റ്. നമ്മൾ കിളിയായിട്ടൊക്കെ പണിക്ക് വരുന്നില്ല 2 ലോറിയിൽ കേട്ടോ. അതുകൊണ്ട് തന്നെ ലോറിപ്പണി ഇത്ര ഇഷ്ടം നമുക്ക്. നമ്മൾ രാവിലെ 11 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം ഏകദേശം 5 മണിയാവാറ് കേട്ടോ. അപ്പം എന്താ പറയുക, നല്ല ടൈം എടുത്തു. 2 ട്രിപ്പ് അടിച്ചു. ഒരു 10-80,000 രൂപയുടെ പണിയെടുത്തു. അപ്പം അല്ല, ഇത് പറ, ഇവിടെ ഈ ട്രക്ക് ജോലിയുമായി അന്വേഷിച്ച് കഴിഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ളത്? അവരോട് പറയാനുള്ള, ഇപ്പം നിലവിൽ ട്രക്കിലോട്ട് കയറാൻ പറ്റിയ നല്ല സാഹചര്യമല്ല. 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രക്കിലേക്ക് വരാൻ വേണ്ടി. ഒരുപാട് ആൾക്കാർ അങ്ങനെ വന്നിട്ടുണ്ട്. ബട്ട് ഇപ്പോഴത്തെ സാഹചര്യം, ഇപ്പോൾ ലൈസൻസ് നമ്മൾ കഷ്ടപ്പെട്ടെടുത്താലും ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജോലി കിട്ടിയാലും വലിയ ശമ്പളം കുറവാണ്. പിന്നെ ചില കമ്പനികൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇപ്പോൾ ട്രക്കിംഗ് ഫീൽഡിലുണ്ട്. അതുകൊണ്ട് ഇതൊരു ബെറ്റർ ടൈം അല്ല ട്രക്കിലേക്ക് വരാൻ. നല്ലൊരു ടൈം വരും, അന്നേരം വരാം. എന്ന് വെച്ചിട്ട് തീരെ ഇങ്ങോട്ട് വരണ്ടെന്നല്ല കേട്ടോ. ഈ ഒരു അവസരത്തിലാണ്, എന്ന് വെച്ചാൽ ഇപ്പം പല രാജ്യങ്ങളിലും ഈ ഒരു അവസരത്തിൽ, ഈ ഒരു 2024 ഈ ഒരു സെപ്റ്റംബറിൽ ഈ ഒരു അവസരത്തിലൊക്കെ ഭയങ്കര സാമ്പത്തിക പ്രശ്നമാണ്. കുറച്ച് മാസങ്ങളായിട്ടുണ്ട്. അത് ശരിക്കും നിങ്ങൾക്കത് അറിയാത്തതുണ്ട് കേട്ടോ. ഇപ്പം കാനഡ ആണെങ്കിൽ, UK ആണെങ്കിൽ, യൂറോപ്പ് ആണെങ്കിലും പല രാജ്യങ്ങളും ഈ ഒരു ക്രൈസിസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ഒരു യാർഡ് ഉണ്ടോ, ഈ യാർഡിൽ സെക്യൂരിറ്റി സിസ്റ്റം ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല, അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും വർക്ക് ചെയ്യുന്നത് ഇവിടെയല്ല, ഇന്ത്യയിലാണ്. ഇപ്പോൾ കാനഡയിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഇവിടെ ഭയങ്കര എക്സ്പെൻസാണ് നമുക്കൊരു ജോലിക്കാർ വെക്കുക എന്ന് പറയുമ്പോൾ. പല സ്ഥാപനങ്ങളും IT ആണെങ്കിലും എന്താണെങ്കിലും പല സ്ഥാപനങ്ങളും അവർ ഇവിടെ രജിസ്റ്റേർഡ് പോലും ചെയ്യാത്ത കമ്പനികളുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്ലയൻസിന് അവർ ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു. കാരണം അവിടെ ചീപ്പാണല്ലോ. ഇവിടെ ഒരു IT ഒക്കെ ആണെങ്കിൽ നാട്ടിലത്തെ മിനിമം ഒരു 4-5 ലക്ഷം രൂപ സാലറി എടുക്കണം. അവിടെ ആകുമ്പോൾ 50,000 ലക്ഷം സാലറി എടുത്താൽ മതി. ഇപ്പം കോൾ സെൻറ്റർ ആൾക്കാരാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ ഒരാൾ ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞില്ല, കൺട്രോൾ ചെയ്യുന്നത് അവർ ഇന്ത്യയിലാണ്. ചിലപ്പോൾ മാസം വരെയൊക്കെ 10-40 രൂപ ശമ്പളം കിട്ടുന്നുണ്ടാവും. അവർ ഹാപ്പിയാണ്. ഇവിടെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് അവസ്ഥ. ശരിയാവും, എല്ലാം ശരിയാവും. സാമ്പത്തിക മാന്ദ്യമൊക്കെ മാറും. എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും പോക്കറ്റിൽ നിറച്ച് പൈസ വരും എന്താണ് പ്രതീക്ഷ. പക്ഷേ കാനഡ ഞാൻ കണ്ടിടത്തോളം കഴിഞ്ഞൊരു 10 വർഷമായിട്ട് പ്രത്യേകിച്ചിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ജോലി സാധ്യതകൾ വളരെ കുറവാണ്. ഡെവലപ്മെൻ്റ് അല്ല, ജോലി സാധ്യത എന്ന് പറഞ്ഞ സംഭവമില്ല. അത് ഒന്നാമത് എക്സ്പെൻസീവ് ആയതുകൊണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ നാട്ടിലൊക്കെ ആൾക്കാർ പോകുന്നതും ഈ കമ്പനി പലവും നാട്ടിലേക്ക് മാറ്റുന്നതും ഈ ഒരു എക്സ്പെൻസീവിൻ്റെ ഭാഗമായിട്ടോ. അപ്പം നമ്മളത് 2 വണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. 2 പാർക്കിങ്ങാണ് പർച്ചേസ് ചെയ്തത്. ഒരു വണ്ടി ഇവിടെയുണ്ട്, ഒരു വണ്ടി ഇവിടെയുണ്ട്, പിന്നെ നമുക്ക് പോകേണ്ട മഞ്ഞ് വണ്ടി ഇവിടെയുണ്ട് കേട്ടോ. ഓക്കെ, വീഡിയോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? 2ാമത്തെ തവണ ഇവിടുന്ന് വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ആമസോണിൻ്റെ ആ ഒരു സംഭവങ്ങൾ കണ്ടു. പിന്നെ എന്താ പറയുക, ആ ഒരു റീസൈക്ലിങ്ങിൻ്റെ ആ ഒരു പ്ലാന്റ് കണ്ടു. ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി അല്ലേ? ശരിയല്ല ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. ഒരുപാട് വീഡിയോസ് കാനഡയിൽ നിന്ന് വരാണ്ട്, ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാനഡയിൽ നിന്ന് വരാണ്ട്. ഓക്കെ ബ്രോ, അപ്പോൾ ബ്രോൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേര് പറഞ്ഞു ട്രക്കേഴ്സ് ലൈവ് കാണേണ്ടത് ട്രക്കേഴ്സ് ലൈവിലേക്ക് വരിക. നമ്മളെ കാണേണ്ട ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി ചാനലിലേക്ക് വരും. എന്തെങ്കിലും ഗിവ് അവേ കൊടുക്കുമോ? യെസ്, നമ്മുടെ ആദ്യമായിട്ട് ഞങ്ങളെ ഗിവ് വരാൻ പോകുന്നത് ആദ്യം തുടക്കത്തിൽ ഒരു 50,000 രൂപയുള്ളൂ. ഒരു 5 പേർക്കായിട്ട് കൊടുക്കാൻ പോവാണ്. അതൊരു ഓണത്തോടനുബന്ധിച്ച്, ഓണം കഴിഞ്ഞ് എന്നാലും നമ്മൾ ഉടനെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിരിക്കും. അപ്പം മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി ഇൻസ്റ്റാഗ്രാമിലേക്ക് വരിക. നമ്മൾ ഉടനെ തന്നെ ഗിവ് വരുന്നത്. ഏറ്റവും അവസാനം ചിലപ്പോൾ നമ്മൾ മസാങ് തന്നിരിക്കും. ഞാൻ മാത്രമേ എടുക്കുള്ളൂ. ബിഗിനിങ് ഒരു 50,000 രൂപ ഈ മാസം വരുന്നുണ്ട്. ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യുന്നതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കട്ടൊക്കെ കൂടെ നിൽക്കുക. നല്ല ട്രാവൽ വീഡിയോസ് വരുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് കാണാം.